വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ 12ാമത്തെ പാഠമാണ് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ തലവാചകം ഇപ്രകാരം: പരസ്പരം ജീവിക്കുന്നു. അതിൻ്റെ മനഃപ്പാഠവാക്യം: ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിനോ നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ മക്കൾ ഒരു കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാരായി എങ്ങനെ ജീവിക്കണം, നല്ല മാതാപിതാക്കളായി എങ്ങനെ ജീവിക്കണം, തൊഴിൽ മേഖലയിൽ എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി കൊലോസ്യർക്ക് എഴുതുകയാണ്. നമ്മുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ സമൂഹത്തിൽ നാം എങ്ങനെയായിരിക്കണം, ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനം പറയും പ്രകാരം ജീവിക്കുവാൻ വേണ്ടി പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അവരെ അറിയിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഒരു കുടുംബം എന്ന നിർവചനം വരുമ്പോൾ കുറേ ആൾക്കാർ ഒന്നിച്ച് അന്തിയുറങ്ങുന്ന ഒരു മേൽക്കൂരയെ അല്ലെങ്കിൽ അങ്ങനെ താമസിച്ച് വരുന്ന സ്ഥലത്തെ നമുക്കൊരു കുടുംബം എന്ന നിർവചനത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. അതൊരു പക്ഷേ ഹോസ്റ്റൽ അങ്ങനെ ഉണ്ടായിരിക്കും. കുറേ വിദ്യാർത്ഥികൾ ഒന്നിച്ച് താമസിക്കുന്നു, അവർ അന്തിയുറങ്ങും. അപ്പോൾ അതിനെ ഒരു കുടുംബം എന്ന് നിർവചിക്കാൻ കഴിയില്ല. മറിച്ച് പരസ്പരം സ്നേഹിക്കപ്പെടുകയും പരസ്പരം സംരക്ഷിക്കപ്പെടുകയും പരസ്പരം ആശ്രയം വെക്കാൻ കഴിയുകയും ഒരേ മനസ്സോടുകൂടി ജീവിക്കുകയും സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെക്കാൻ കഴിയുന്ന കുറച്ചാൾക്കാർ ഒന്നിച്ച് ഒരു മേൽക്കൂരയ്ക്ക് കീഴെ കഴിയുന്നു എങ്കിൽ അതിനെ കുടുംബമെന്ന് നമുക്ക് നിർവചിക്കാം. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളോടൊത്ത് കുഞ്ഞുങ്ങളോടൊത്ത് നാം പരസ്പരം സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു മേൽക്കൂര അല്ലെങ്കിൽ ഒരു കെട്ടിടം, അതിനെയാണ് നമ്മൾ പലപ്പോഴും കുടുംബം എന്ന് പറയുന്നത്, ഒന്നിച്ച് താമസിക്കുന്നത്. ആ കുടുംബ ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. മാതാപിതാക്കളായി നാം ജീവിക്കുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളുടെ ബന്ധം എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം. തൊഴിൽ മേഖലയിൽ നാം പോകുമ്പോൾ നമുക്ക് നമ്മുടെ കീഴുദ്യോഗസ്ഥരോട് നാം എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ നാം എങ്ങനെ പെരുമാറണം. നമുക്ക് മേൽ അധികാരമുള്ള കുറെ വ്യക്തികളുണ്ട്, അവരോട് നാം എങ്ങനെ പെരുമാറണം. നമ്മുടെ മേലധികാരികളോടും നമുക്ക് താഴെയുള്ളവരോടുമൊക്കെ നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും ഈ ആഴ്ച പാഠത്തിൽ പൗലോസ് പറയുന്നു. അതോടൊപ്പം തന്നെ നാം മറ്റുള്ളവരുടെ മുൻപിൽ ദൈവവചനവുമായി ഇറങ്ങുമ്പോൾ നാം എങ്ങനെയായിരിക്കണം അവരുടെ മുൻപിൽ നടക്കേണ്ടത്, നാം എങ്ങനെയായിരിക്കണം അവരുടെ മുൻപിൽ സംസാരിക്കേണ്ടത്, അതിനു മുൻപ് നാം എപ്രകാരം പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയിട്ടുള്ളത്. ഈ ആഴ്ച നാം പഠിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഭർത്താക്കന്മാരും ഭാര്യമാരും ഞായറാഴ്ച ഭാഗമാണ്. ഇതില് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപക്ഷെ തർക്ക വിഷയമായി വരുന്ന ഒരു വരിയാണ് ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്: ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ആ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്നത് പൗലോസ് ഏത് പക്ഷക്കാരനാണെന്ന് ചോദിച്ചാൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സംസ്കാരത്തിന്റെ വക്താവാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് ഒരു പക്ഷേ നാം ചിന്തിച്ചേക്കാം. എന്നാൽ പൗലോസ് ഒരിക്കലും ഒരു ഭാഗത്തിന്റെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു വക്താവായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കാരണം വിശുദ്ധ വേദപുസ്തകം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ അത് വായിച്ചിട്ട് വേണം ഇതുകൂടി ചിന്തിക്കാൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടുവാനാണ് ആദ്യം പറയുന്നത്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യണം? പരസ്പരം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സഹവർത്തിച്ച് കീഴ്പ്പെട്ടു പോകണം എന്നാണ് പറയുന്നത്.
അപ്പോ ഒരിക്കലും പൗലോസ് എന്ത് ചെയ്യുന്നില്ല, പുരുഷന്മാർക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിന്റെയോ ഒരു സംസ്കാരത്തിന്റെയോ വക്താവല്ല അപ്പോസ്തലനായ പൗലോസ്. പുരുഷനെയും സ്ത്രീയെയും തുല്യമായി കാണുകയും അവർക്ക് രണ്ടുപേർക്കും കുടുംബത്തിൽ അവരുടേതായ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാനുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൽ എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കീഴടങ്ങണം. ആദ്യത്തെ നമുക്ക് കീഴടങ്ങേണ്ട ആർക്കാണ്? ഭാര്യ ഭർത്താവിനോടല്ല ആദ്യം കീഴടങ്ങേണ്ടത്, കർത്താവിനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനാണ് കീഴടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഭർത്താവിന് കീഴടങ്ങുവൻ. അപ്പോ നാം നോക്കുന്ന സമയത്ത് പൗലോസ് എപ്പോഴും അഡ്രസ് ചെയ്യുന്നത്, പൗലോസ് എപ്പോഴും സംസാരിക്കുന്നത് നാം പലപ്പോഴും സമൂഹത്തിൽ ദുർബലരെന്ന് കാണുന്നവരെ കുറിച്ചാണ് കൂടുതലായി പറയുന്നത്. ആദ്യം ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തിയില്ലവർക്ക്, ഇപ്പം ചിലപ്പോൾ പലപ്പോഴും ചില സമൂഹങ്ങളിൽ സ്ത്രീകളെ ഏറ്റവും അടിമകളായി ചിത്രീകരിക്കുന്ന സമൂഹങ്ങളുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് പറയുന്നത് സ്ത്രീയും പുരുഷനും അവരുടേതായ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഭവനങ്ങളിലുണ്ട്. ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ പുരുഷന് മാത്രമല്ല ഉത്തരവാദിത്തങ്ങൾ, സ്ത്രീക്കും ഒരു മാതാവ് എന്ന നിലയ്ക്ക് സ്ത്രീക്കും ഉത്തരവാദിത്തമുണ്ട്. അതൊരിക്കലും എന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കാൾ മുകളിലാണ് എന്ന് ആരും ധരിക്കരുത്. അല്ലെങ്കിൽ പുരുഷൻ പറയാണ് എനിക്കാണ് മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പറയരുത്. സ്ത്രീയുടെ ഉത്തരവാദിത്വത്തെയും നാം മാനിക്കണം, അവരുടെ വ്യക്തിത്വത്തെയും നാം മാനിക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും സ്ത്രീ പുരുഷന്റെ അടിമയല്ല എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പൗലോസും പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം, കീഴടങ്ങണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ ഭാഗത്ത് പറയുന്നത് പുരുഷന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും സ്ത്രീ വിധേയമാകണം എന്നല്ല പൗലോസ് പറയുന്നത്. സ്ത്രീ പുരുഷന്റെ അടിമയാണെന്നും പൗലോസ് പറയുന്നില്ല. മറിച്ച് നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം, കീഴടങ്ങണം ദൈവത്തിന്റെ മുൻപാകെ. അപ്പൊ ഒരു കീഴടങ്ങൽ രണ്ടുപേർക്കുമുള്ളതാണ്. അത് സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനുമുണ്ട് കീഴടങ്ങൽ. പലപ്പോഴും നാം ജീവിക്കുന്ന സമൂഹത്തില് എന്താണ്, പലപ്പോഴും നമുക്കറിയാം എപ്പോഴും ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു ലോകത്താണ് നാം, സംസ്കാരത്തിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫെമിനിസം പോലുള്ള സംഘടനകളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഒക്കെ ഇങ്ങനെ വളർന്നു വന്നേക്കുന്നത്. സ്ത്രീകൾക്കും തുല്യത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഫെമിനിസ്റ്റുകളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എന്താ അങ്ങനെ വരേണ്ട സാഹചര്യം ചോദിച്ചാൽ, ഒരു കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു കുടുംബ ജീവിതത്തില് സ്ത്രീക്ക് സ്ത്രീയുടേതായ ഉത്തരവാദിത്വമുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കണം? പുരുഷൻ അംഗീകരിച്ചു കൊടുക്കണം. ഒരിക്കലും അടിച്ചമർത്തപ്പെടേണ്ട വ്യക്തിയല്ല സ്ത്രീ. കുടുംബ ജീവിതത്തില്, സമൂഹ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്താണ്, സ്ത്രീ ഒരിക്കലും അടിച്ചമർത്തപ്പെടേണ്ടവരല്ല. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടണം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നീ അഭിപ്രായം പറയണ്ട, ഇയാളെ അഭിപ്രായം പറയണ്ട, അല്ലേ? അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പൗലോസ് പറയുന്നത് അവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കണം. പൗലോസ് പുരുഷന്മാരുടെ കാര്യം പറയുന്നുണ്ട്. എന്താണ്, നിങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം, സ്നേഹിക്കണം. അങ്ങനെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷന്മാർ സ്ത്രീകളെയും ഭാര്യയെയും സ്നേഹിച്ചാൽ ഭാര്യ എന്ത് ചെയ്യും? സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നത് പോലെ എന്ത് ചെയ്യും? നമ്മെ പുരുഷന്മാരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഭയത്താലുള്ള അനുസരണമല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ അനുസരിക്കുന്നത് ഭയം മൂലമാകരുത്, സ്നേഹത്തോടെ ആയിരിക്കണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നത് ഭയം മുഖാന്തരമല്ല, മറിച്ച് എനിക്ക് വേണ്ടി ജീവൻ നൽകി എന്നെ വീണ്ടെടുത്തതായ എന്റെ രക്ഷകൻ എന്ന നിലക്ക് സ്നേഹത്തോടു കൂടിയായിരിക്കണം ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ആ ഒരു വികാരത്തോടു കൂടിയായിരിക്കണം ഞാനും നിങ്ങളും ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടത്, അനുസരിക്കേണ്ടത്. എന്റെ അനുസരണം, ക്രിസ്തുവിനോടുള്ള എന്റെ അനുസരണം എന്റെ സ്നേഹത്തിൽ നിന്നും ഉടലെടുത്തതായിരിക്കണം. അതായിരിക്കണം കുടുംബ ജീവിതത്തിലും. ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ നിന്നും ഉടലെടുത്തതായ അനുസരണമായിരിക്കണം. ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം, അവളുടെ അഭിപ്രായങ്ങളെ മാനിക്കണം. കുടുംബ ജീവിതത്തിൽ തനിക്കുള്ളതുപോലെയുള്ള തുല്യമായ അവകാശം ഭാര്യയ്ക്കുമുണ്ട് എന്ന് ഭർത്താവ് മനസ്സിലാക്കണം. ഇതാണ് പൗലോസ് പറയുന്നത്. ഈ പാഠത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ പൗലോസ് ഒരു കാര്യം വന്നത്, കുടുംബ ജീവിതത്തില് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭർത്താവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത്. ആ കുടുംബ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ എപ്പോഴും ഭാര്യയോടൊത്ത് നമ്മൾ ആലോചിക്കണം. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ കൂടെ ഉൾപ്പെടേണ്ട തീരുമാനമാണ് എങ്കിൽ
കുറച്ചുകൂടെ വിശാലമായ വലിയൊരു വിഷയമാണ് എങ്കിൽ കുഞ്ഞുങ്ങളും കൂടെ അതിൽ ഉൾപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അവരെയും കൂടെ ആ തീരുമാനത്തിൽ, ആ കുടുംബത്തിന്റെ ചർച്ചയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ചർച്ചയിൽ ഉൾപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഒരിക്കലും ഭാര്യയും ഭർത്താവും വഴക്കിടരുത്. ഇത്ര മനോഹരമായ ആശയമാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ എപ്രകാരമുള്ള ഒരു ഭർത്താവാണ്, ഞാൻ എപ്രകാരമുള്ള ഒരു ഭാര്യയാണ് എന്ന് ചിന്തിക്കണ്ടേ? നാം ഓരോരുത്തരും ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് ഈ പാഠം തന്നേക്കുന്നത്. പൗലോസ് പറയുന്നതാണ്, നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പിതാവ് എന്ന നിലയ്ക്ക്, ഞാനാണ് കുടുംബത്തിന്റെ തലവൻ എന്ന നിലയ്ക്ക് നിങ്ങൾ മാത്രമല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തം ഭാര്യയ്ക്കുമുണ്ട്. ആ ഭാര്യയും കൂടെ വിളിച്ചിരുത്തി വേണം നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഈ ഒരു പക്ഷേ കുഞ്ഞുങ്ങളുടെയും ആവശ്യകത സാന്നിധ്യമാണ് ഉണ്ട് എന്ന്, ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും വിളിച്ച് എന്ത് ചെയ്യാം? ആ ചർച്ചയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ ആ ചർച്ചയിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? പരസ്പരം ദേഷ്യപ്പെടരുത്, വഴക്കിടരുത്. അവരുടെ മുൻപിൽ വെച്ച് എന്ത് ചെയ്യും? ഒരിക്കലും മാതാപിതാക്കൾ പരസ്പരം ശണ്ടയുണ്ടാക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഈ പാഠം കൈകാര്യം അല്ലെങ്കിൽ ഈ പാഠം നിങ്ങളുമായി പങ്കുവെക്കുന്ന എന്റെയും ഇത് കേൾക്കുന്ന, ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നടപ്പാക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് നമ്മുടെ ഭാര്യമാരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടോ? മോശമായി പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? താഴ്ത്തിക്കിട്ടുന്നുണ്ടോ? അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ അപമാനിക്കുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചു പോകണം. ചെയ്യാൻ പാടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു പക്ഷേ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് എടുക്കുന്ന തീരുമാനം, ആ അഭിപ്രായ വ്യത്യാസം തീർക്കുവാൻ വേണ്ടി, ഒരു രമ്യതയിലെത്തുവാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവ് എടുക്കുന്ന തീരുമാനം അത് ദൈവഹിതപ്രകാരമാണ് എങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയമാണ് എങ്കിൽ ആ തീരുമാനം അംഗീകരിക്കണം? ഭാര്യ അംഗീകരിക്കാൻ പറയും. ഒരു കുടുംബ ജീവിതത്തിൽ കലഹം ഒഴിവാക്കാൻ വേണ്ടി, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പൗലോസ് പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു രമ്യതയിൽ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഭർത്താവ് എടുക്കുന്ന തീരുമാനം ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിധേയമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടോ, അത് കൽപ്പനയ്ക്ക് വിധേയമാണ് എങ്കിൽ ഭാര്യ അത് അംഗീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ കർത്താവായ പൗലോസ് പറയുന്നത്, രണ്ടുപേരും കർത്താവായ യേശു ക്രിസ്തുവിലാണ് ആദ്യം ആശ്രയിക്കേണ്ടത്. നിങ്ങൾ സമർപ്പിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഭാര്യയോട് പറയുന്നു, നീ എന്താണ്? സഭ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നത് പോലെ സ്നേഹത്താൽ നീ എന്ത് ചെയ്യണം? ഭർത്താവിനെ അനുസരിക്കണം. ഭർത്താവിനോട് എന്താ പറയുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നീയും എന്ത് ചെയ്യണം? നിന്റെ ഭാര്യയെ സ്നേഹിക്കണം. രണ്ടുപേർക്കും തുല്യ അവകാശങ്ങളുണ്ട്. കുടുംബ ജീവിതത്തിൽ രണ്ടുപേർക്കും അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? ബഹുമാന പുരസ്കാരം അംഗീകരിച്ചു പോകണം എന്നാണ് പൗലോസ് പറയുന്നത്. ആരും ആരുടെയും അടിമയല്ല. പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്ന പല കാര്യങ്ങളുമാണ്. ചെറിയ നമ്മുടെ ജീവിതത്തിലൊക്കെ, നമ്മുടെ വീട്ടിൽ ഭാര്യമാർ നമുക്ക് നല്ല ആഹാരം ഉണ്ടാക്കി തരുമ്പോൾ കൊള്ളാം എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു അപ്രിസിയേഷൻ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ നമ്മൾ വിട്ടുപോകാറുണ്ട്. ഒരുപക്ഷെ അവരത് പ്രതീക്ഷിക്കുമായിരിക്കും. ഒരു ഭർത്താവിൽ നിന്നും തന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന, സംരക്ഷിക്കുന്ന ഭർത്താവിൽ നിന്നും ഒരു അപ്രിസിയേഷന്റെ വാക്ക്. സിസ്റ്റർ വൈറ്റ് പറയുന്നത് അങ്ങനെയാണ്. കുടുംബ ജീവിതത്തിൽ പരസ്പരം അഭിനന്ദിച്ച് ജീവിക്കണം നമ്മൾ ഓരോരുത്തർ. പൗലോസും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. തുല്യമായി കാണണം നമ്മൾ ഓരോരുത്തർ. തോളോട് തോൾ ചേർന്ന് നടക്കുന്നവരായിരിക്കണം ഭാര്യയും ഭർത്താവും. അടിമയായിട്ടല്ല കാണേണ്ടത്. വ്യക്തിത്വത്തെ അംഗീകരിച്ചു പോകണം. അവർക്കുള്ള ഉത്തരവാദിത്തം, കുടുംബത്തിൽ ഭാര്യമാർക്കുള്ള ഉത്തരവാദിത്തം ഭർത്താവ് അംഗീകരിക്കണം. ഭർത്താവിനുള്ള ഉത്തരവാദിത്തം ഭാര്യയെ മനസ്സിലാക്കി അംഗീകരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഒരു നല്ല ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം നയിക്കുവാൻ വേണ്ടി കഴിയുമെന്ന് തീർച്ചയായിട്ടും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ പാഠം ഇന്നലെ വരെ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതൊരു പുതിയ അനുഭവത്തിന്റെ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പാഠഭാഗം കൂടെ അവസാനിപ്പിക്കുന്നു. തിങ്കളാഴ്ച ഭാഗം പറഞ്ഞത് മാതാപിതാക്കളും കുട്ടികളും. നേരത്തെ ഞാൻ ആമോദ് സൂചിപ്പിച്ചതുപോലെ പൗലോസ് ഇവിടെ എങ്ങനെയായിരിക്കണം നല്ല മാതാപിതാക്കൾ, എങ്ങനെയായിരിക്കും നല്ല കുട്ടികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, പലപ്പോഴും കുട്ടികളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്, സദൃശവാക്യം പഠിപ്പിക്കുന്നത്, ബാലനെ എന്ത് ചെയ്യുന്നത്? ചെറിയ പ്രായത്തിലെ നീ അഭ്യസിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അവൻ നല്ല ഉപദേശങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം, വളർത്തണം. അങ്ങനെ ചെറിയ പ്രായത്തിലെ കുട്ടികളെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുപോകുകയില്ല എന്ന് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ അച്ഛന്റെ ഉപദേശം മറന്നു പോകരുത്, അമ്മയുടെ ഉപദേശം ശ്രദ്ധിപ്പിൻ എന്നൊക്കെ കുഞ്ഞുങ്ങൾക്കും സദർശവാക്യം എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെയും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കുഞ്ഞുങ്ങൾക്കും ഈ കുടുംബത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹവും പരസ്പരം ബഹുമാനവും സംരക്ഷണ ബോധവും ഒക്കെയുള്ള ഒരു സ്ഥലമാണല്ലോ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും കുഞ്ഞുങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മാതാപിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരെ സംരക്ഷിക്കും എന്നുള്ളതാണ് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്രകാരമുള്ള മാതാപിതാക്കളായി നാം ജീവിക്കണം എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നതാണ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകയായി നമ്മൾ ജീവിക്കണം, അവരെ നടക്കേണ്ടുന്ന വഴിയിൽ, ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കണം എന്നാണ് പറയുന്നത്. അവന് വൃദ്ധനായാലും എന്തെങ്കിലും മറന്നു പോവുകയില്ല. അപ്പം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ അഭ്യാസം കൊടുക്കണം, അവർക്ക് അവരെ നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കണം. ദൈവത്തിന്റെ വചനമായാലും നല്ല ശീലങ്ങളായാലും നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് അവരെ വളർത്തണം. അവർക്ക് നമ്മൾ ഒരു മാതൃകയായിരിക്കണം. നമ്മൾ മുൻപത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ റോൾ മോഡൽസ് എന്ന് ആരെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളായിരിക്കും. സ്വാഭാവികമാണത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല റോൾ മോഡൽസ് ആയി, നല്ല ഉത്തമ ഉദാഹരണങ്ങളായി, നല്ല മാതൃകകളായി ഓരോ മാതാവും ഓരോ പിതാവും മാറണം എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോ നാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരത് കേട്ട് പഠിക്കും, അത് ചെയ്യും, അഭ്യസിക്കും. നമ്മൾ ചെയ്യുന്നത് പോലെ, മാതാപിതാക്കൾ ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങൾ അത് അനുകരിക്കും. അപ്പോ നാം നല്ല പ്രവൃത്തികൾ ചെയ്താൽ കുഞ്ഞുങ്ങൾ നല്ല പ്രവൃത്തികൾ അനുകരിക്കും. നാം മോശം പ്രവൃത്തികൾ ചെയ്താൽ കുഞ്ഞുങ്ങൾ മോശം പ്രവൃത്തികൾ അനുകരിക്കും. നാം നല്ല വചനങ്ങൾ അവരെ പഠിപ്പിച്ചിട്ട്, ദൈവത്തിന്റെ വചനങ്ങൾ അവരെ പഠിപ്പിച്ചിട്ട് നാം മോശം കാര്യങ്ങളാണ് അവരുടെ മുൻപിൽ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും അവർ അനുകരിക്കാൻ പോകുന്നത് മോശം കാര്യങ്ങളായിരിക്കും. പൗലോസ് പറയുന്നത് നല്ല മാതാപിതാക്കൾ നമ്മളാകണം. ആദ്യം നാം നല്ല മാതാപിതാക്കളാകണം. കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിൻ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്. പുറപ്പാട് പുസ്തകത്തിലെ വചനമാണത്, കൽപ്പനയാണ്. അവരോട് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക, അനുസരിക്കുക. കുഞ്ഞുങ്ങളോടും പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പൗലോസ് മാതാപിതാക്കളോട് പറയുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ നിരുത്സാഹപ്പെടാതിരിപ്പാൻ അവരെ പ്രകോപിപ്പിക്കരുത്. പലപ്പോഴും നല്ല മാതാപിതാക്കളായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും മാതാപിതാക്കളോട് കാര്യങ്ങൾ പറയാൻ ഭയപ്പെടുന്നു. അവരുടെ ആവശ്യങ്ങൾ പോലും പറയുവാൻ ഭയപ്പെടുന്നു. ചിലപ്പോൾ അവർ അമ്മയോട് ചെന്ന് പറയും, പപ്പ അറിയണ്ട, അച്ഛൻ അറിയണ്ട, എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ അച്ഛനോട് പറയരുത്. പപ്പയോട് നേരിട്ട് പറയാൻ പറ്റില്ല, പപ്പ ഭയങ്കര ദേഷ്യക്കാരനാ എന്നാണ് പലപ്പോഴും പറയുന്നത് കുഞ്ഞുങ്ങൾ, അല്ലേ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, ഞാൻ ഈ പാഠം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മക്കളും കേൾക്കുന്നത് നമ്മുടെയൊക്കെ മക്കൾ അങ്ങനെ തന്നെയാണ് പലപ്പോഴും. ചിലരുടെയെങ്കിലും, എല്ലാവരുടെയും അല്ല. അവരെന്താ പറയുന്നത്? പപ്പയോടൊന്നും കാര്യങ്ങൾ പറയാൻ പറ്റില്ല, ഭയങ്കര ദേഷ്യമാണ്, എപ്പോഴും ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ മാതാവിനോട് കാര്യം ചെന്ന് പറയും, അല്ലെ? പിതാവിനോട് പലപ്പോഴും പറയാൻ മടിക്കും. ചിലപ്പോൾ നേരെ തിരിച്ചാണ്, പിതാവിനോട് പറയാൻ പറ്റും, പക്ഷെ മാതാവിനോട് പറയാൻ പറ്റില്ല. മാതാവ് ഇങ്ങനെ കടിച്ചു കീറാൻ നിൽക്കുന്ന സ്വഭാവമായിരിക്കും. ദേഷ്യം, എന്ത് ചോദിച്ചാലും ദേഷ്യം, പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെയുള്ളൊരു കുടുംബ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ദൈവത്തിന്റെ വചനം വളരെ ഭംഗിയായി ഇത് പറഞ്ഞുതരും നമുക്ക് കുഞ്ഞുങ്ങളോട്. അതാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം. ഈ കാലഘട്ടത്തിലെ പ്രശ്നം എന്താണ്? നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ വരുമാന മാർഗം, നമ്മുടെ ജീവിത രീതി, നമ്മുടെ വിശ്വാസം, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ആ ചർച്ചയുടെ സർക്കിളിൽ നിന്നും കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുന്നു. അതിന്റെ യഥാർത്ഥ സത്ത് എന്താണെന്ന്, നാം എന്തുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്നു, നമ്മുടെ വരുമാന മാർഗം എങ്ങനെയാണ്, എത്രയാണ് നമ്മുടെ ചെലവ്, നമ്മുടെ സമ്പാദ്യം എന്താണ്, ഈ കാര്യങ്ങളൊന്നും നാം എന്ത് ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങളെയും കൂടെ ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സാമ്പത്തിക അച്ചടക്കം ഇല്ലാതെ വരുന്ന കുടുംബത്തിൽ സാമ്പത്തിക അച്ചടക്കമില്ലാതെ വരുന്നു. നമ്മുടെ വരവും നമ്മുടെ ചെലവും എത്രയാണ് നമ്മുടെ മക്കൾക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. സാമ്പത്തിക അച്ചടക്കമില്ലാതെ വരുന്നു. നമ്മുടെ വിശ്വാസം, നാം എപ്രകാരമാണ് വിശ്വസിക്കുന്നത്, എന്തുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നു, കുഞ്ഞുങ്ങൾക്കറിയില്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾ പറയുന്ന, എന്റെ പിതാവ് പള്ളിയിൽ പോയത് കൊണ്ട് ഞാനും പോകുന്നു. അങ്ങനെയല്ല. നാം നമ്മുടെ ചർച്ചകളിൽ, കുടുംബ ജീവിതത്തിൽ
കുഞ്ഞുങ്ങൾ ആവശ്യമായി വരേണ്ട ചർച്ചകളിൽ അവരെയും ഉൾപ്പെടുത്തണം. നാം അവരെ ബഹുമാനിക്കണം. അവരുടെ അഭിപ്രായം നാം കേൾക്കണം. കുഞ്ഞുങ്ങളുടെ കേൾക്കാൻ പറ്റാത്ത മാതാപിതാക്കളാകരുത്. പൊട്ടിത്തെറിക്കുന്ന മാതാപിതാക്കളാകരുത്. പ്രകോപനം സൃഷ്ടിക്കുന്ന മാതാപിതാക്കളാകരുത്. നമ്മൾ പലപ്പോഴും പഠിക്കുന്നുണ്ടല്ലോ, ഓരോ ഏജിലും ഓരോ കുട്ടിക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, സ്വഭാവ വ്യതിയാനങ്ങൾ, അത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. കാരണം നമ്മളെല്ലാവരും ആ പ്രായം കഴിഞ്ഞു വന്നവരാണ്. അപ്പോ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ വളരണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അതിന് മാതൃകയായിരിക്കണം. ഇവിടെ പൗലോസ് പറയുന്നത് അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആലയത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് അവരെയും കൊണ്ട് പോകും. അതിന്റെ മാഹാത്മ്യം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. അവർ ആ വഴിയിലൂടെ നടക്കും. അതുകൊണ്ടാണ് ശലോമൻ പറയുന്നത്, ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ. ബാലനെ അഭ്യസിപ്പിക്കാനാണ് പറയുന്നത്. വൃദ്ധനായിട്ടോ യൗവനക്കാരനായിട്ടോ അല്ല പറയുന്നത്. നീ എപ്പോഴാണ് അഭ്യസിപ്പിക്കേണ്ടത്? അവനെ ചെറിയ പ്രായത്തിൽ അവനെ അഭ്യസിപ്പിക്കണം, അവനെ പരിശീലിപ്പിക്കണം. അവൻ ബാലനായിരിക്കുമ്പോൾ നീ അവനെ പരിശീലിപ്പിക്കണം. മുതിർന്ന് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട പ്രായത്തിലല്ല അവനെ പരിശീലിപ്പിക്കേണ്ടത്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് പരിശോധിക്കണം. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലിപ്പിക്കുന്നുണ്ടോ? ദൈവ വഴിയിലൂടെ നടക്കുവാനും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും നല്ല ശീലങ്ങൾ, നല്ല വാക്കുകൾ പറയുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും നാം അവരെ പഠിപ്പിക്കുന്നുണ്ടോ? അതോ അവരിങ്ങോട്ട് പറയുവാൻ വേണ്ടി വാതുറക്കുന്നതിന് മുൻപ് പൊട്ടിത്തെറിക്കുന്ന മാതാപിതാക്കളാണോ നാം? അങ്ങനെ ആകരുത്. നമുക്ക് ശിക്ഷകൾ കൊടുക്കുമ്പോൾ അവർക്കും കൂടെ മനസ്സിലാകണം, ആ ശിക്ഷ ഞാൻ അർഹിച്ചതാണ് എന്ന് അവർക്ക് ബോധ്യം വരണം. എന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി, നമ്മുടെ ഈഗോ തീർക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിക്കരുത്. മറിച്ച് അവർ നേരെയാകുവാൻ, അവർക്കും കൂടെ ബോധ്യമാകുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ശിക്ഷകൾ നൽകാം. മാതാപിതാക്കളെ നിലയ്ക്ക് അവർ നേരെയാകുവാൻ വേണ്ടി പൗലോസ് പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കണം, വരും തലമുറയെ വളർത്തിയെടുക്കണം. അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ദൈവത്തിന് വേണ്ടി ഉത്തമ സാക്ഷികളായി നിൽക്കുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. അതിനുവേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത് നല്ല മാതാപിതാക്കളാകുക എന്നുള്ളതാണ്. എന്നിട്ടായിരിക്കണം നമ്മുടെ നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ടത്. ദേഷ്യം പിടിക്കുന്ന, ഒന്നും പറയാൻ പറ്റാത്ത മാതാപിതാക്കളല്ല. കേൾക്കാൻ മനസ്സുള്ളവരായിരിക്കണം നാം എപ്പോഴും. നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ മനസ്സുള്ളവരായിരുന്നു. കാരണം അവർ ഈ നാം താമസിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴെ താമസിക്കുന്നത്, അവർ സംരക്ഷിക്കപ്പെടും, അവർ മാനിക്കപ്പെടും. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ മാതാപിതാക്കൾ ഉണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിനൊത്ത് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പരാജയമാണോ അതോ നാം വിജയികളാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് പറയുന്നത് നല്ല മാതൃകയുള്ള മാതാപിതാക്കളായി, കുഞ്ഞുങ്ങളെ കേൾക്കുന്ന മാതാപിതാക്കളായി, അവരെ ശരിയായ രീതിയിൽ ചിട്ടയായ പരിശീലനം കൊടുക്കുന്ന മാതാപിതാക്കളായി നമുക്ക് തീരുവാൻ കഴിയണം. ഇത് കൊലോസ്യർക്ക് മാത്രം കൊടുത്തതായ ഒരു ലേഖനമല്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികൾക്ക് കൂടി കൊടുത്തതായ ഒരു ലേഖനമാണ്. ഇത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗവും കൊണ്ട് അവസാനിപ്പിക്കുന്നു. ചൊവ്വാഴ്ച പാഠം തൊഴിൽ ബന്ധങ്ങൾ ഇവിടെ പറയുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അടിമ ഉടമ സമ്പ്രദായത്തെയാണ് പരാമർശിക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെയായിരിക്കണം അടിമകളോട് പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം യജമാനന്മാർ യജമാനോട് പെരുമാറേണ്ടത് എന്ന കാര്യത്തിൽ പൗലോസ് വ്യക്തമായ കാര്യങ്ങൾ വിവരിക്കുന്നു. ഇവിടെ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ, ആരാധിക്കുന്നത് പോലെ നിങ്ങളുടെ യജമാനന്മാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ക്രിസ്തുവിൽ എന്ന പോലെ നിങ്ങളുടെ യജമാനന്മാരെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. യജമാനന്മാരോട് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഒരു യജമാനൻ മുകളിലുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ആരോട് പെരുമാറേണ്ടത്? നിങ്ങളുടെ കീഴെയുള്ള ഈ വിഭാഗം ജനങ്ങളോട് അല്ലെങ്കിൽ അടിമകളോട് നിങ്ങൾ പെരുമാറേണ്ടത്. അപ്പോ നിങ്ങളും വലിയ യജമാനനല്ല, നിങ്ങൾക്ക് മുകളിൽ യജമാനനുണ്ട്. അതേ യജമാനൻ ആരുടെ യജമാനാണ്? ഈ അടിമയുടെയും യജമാനനാണ്. നമുക്ക് ലോകത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ യജമാനായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായി മറ്റൊരു യജമാനൻ സ്വർഗത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മിച്ചു കൊള്ളണം. അതുകൊണ്ട് വലിയ യജമാനന്റെ ഭാവത്തിലായിരിക്കരുത് ഈ വ്യക്തിയോട് നിങ്ങൾ പെരുമാറേണ്ടത്. അപ്പൊ നാം നോക്കുന്ന മോശയുടെ കാലഘട്ടത്തിൽ തന്നെ
വളരെ വ്യക്തമായി എങ്ങനെയായിരിക്കണം അന്നുണ്ടായിരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ആ ജനതയോട് അല്ലെങ്കിൽ ആ ഇസ്രായേൽ മക്കളോട് നിങ്ങളുടെ ഇടയിലുള്ള അടിമകളോട് എങ്ങനെ പെരുമാറണമെന്ന് വളരെ വ്യക്തമായി മോശ പറയുന്നുണ്ട്. ഇത്ര കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കണം, അവരുടെ സാമ്പത്തിക ബാധ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ, അതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങള് മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ അടിമത്തം എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായിരുന്നു. അന്നത്തെ അടിമകൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്നു. അവർക്ക് സ്വയം ചിന്തിക്കുവാനോ വിദ്യാഭ്യാസം നേടുവാനോ അവരുടെ ഇഷ്ടപ്പെട്ട മതങ്ങൾ ആചരിക്കാനോ ഒന്നുമില്ല. എന്നാൽ പിന്നീട് പൗലോസിന്റെ കാലഘട്ടത്തിലെ അടിമകളെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അവർക്ക് സംഘം ചേരുവാനുള്ള അവസരം ഉണ്ടായിരുന്നു, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട മതങ്ങളിൽ വിശ്വസിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും പറയുന്നത് ചിലർ യജമാനന്മാരെക്കാളും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് വസ്തുവകകൾ ഉണ്ടാക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു, വസ്തുവിന്റെ ഉടമയാകുവാനുള്ള അവർക്ക് അവകാശം ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ സാംസ്കാരികമായ പൈതൃകങ്ങളെ പിന്തുടരുവാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. മാത്രവുമല്ല, അവർക്ക് ആ 30-ാമത്തെ വയസ്സിൽ അവർ സ്വതന്ത്രരാക്കപ്പെടും എന്ന സ്വപ്നം കാണുവാനും അങ്ങനെ ചിന്തയും അവർക്കുണ്ടായിരുന്നു. അവർ സ്വതന്ത്രരാക്കപ്പെടുമായിരുന്നു. അപ്പം പൗലോസ് എഴുതുന്ന കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് ആ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അടിമ സമ്പ്രദായമല്ല. പക്ഷെ ഏത് അടിമ സമ്പ്രദായമായാലും അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ദൈവം എല്ലാ മനുഷ്യരെയും തുല്യമായിട്ടാണ് എന്ത് ചെയ്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യജമാനന്മാരോട് പറയുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾക്ക് മുകളിൽ ഒരു യജമാനൻ ഉണ്ട് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ ഈ സഹോദരനോട് പെരുമാറേണ്ടത്. അതുകൊണ്ടാണ് പിന്നെ ഒനേസിമോസിനെ പൗലോസ് പറയുന്നത്, എന്റെ സഹോദരനായി അവനെ കാണണം, അവനെ അടിമയായിട്ടല്ല കാണുന്നത്, എന്റെ സഹോദരനായി കാണണം എന്നാണ് പറയുന്നത്. അപ്പോ തൊഴിൽ മേഖലയിലും പൗലോസ് പറയുന്നു എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. അടിമ സമ്പ്രദായത്തെ ഒരിക്കലും പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അടിമകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസ് പറയുന്നത്, നീ യജമാനനോട് പറയുന്നത്, നിനക്ക് ഒരു യജമാനൻ മുകളിലുണ്ട് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം നിന്റെ കീഴെയുള്ള അടിമയോട് നീ എന്ത് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. അപ്പോ തൊഴിൽ മേഖലയിലായാലും കുടുംബ ജീവിതത്തിലായാലും ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. ഒരിക്കലും പൗലോസ് പറയുന്നില്ല അടിമത്വം വലിയ സമ്പ്രദായമാണ്, അടിമത്വം നിലനിൽക്കണം എന്നല്ല പൗലോസ് പറയുന്നത്. ആ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നീ എങ്ങനെ പെരുമാറണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. നീ എന്ത് ചെയ്യണം, നീ ഒരു അടിമയാണ്, ദൈവത്തിന് കീഴെ ഉള്ളവനാണ് നീ എന്ന ബോധത്തോടു കൂടിയായിരിക്കണം, നിനക്കൊരു യജമാനനുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നീ പെരുമാറേണ്ടത്. അടിമയോട് പറയുന്നത്, നീ ക്രിസ്തുവാകുന്ന യജമാനനോട് നീ വിധേയത്വം കാണിക്കുന്നത് പോലെ നിന്റെ യജമാനെ നീ ഇടണം, ബഹുമാനിക്കണം, അനുസരിക്കണം. അപ്പൊ പൗലോസ് പറയുന്ന അന്ന് നിലനിന്നതായ ഒരു സംസ്കാരത്തിൽ എങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹം പ്രകടിപ്പിച്ച് നമുക്ക് ജീവിക്കാം എന്നാണ് പൗലോസ് കാണിച്ചു തരുന്നത്. അപ്പോൾ നാം ഓരോരുത്തരും, നമുക്കും വലിപ്പ ചെറുപ്പങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലപ്പോൾ നമുക്ക് കീഴെ ജീവനക്കാർ കാണും, നമുക്ക് മുകളിൽ ജീവനക്കാർ കാണും. പലപ്പോഴും നാം ചിന്തിക്കുന്നത്, നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ മുകളിലുള്ള ജീവനക്കാരെ പ്രീതിപ്പെടുത്തുകയും താഴെയുള്ള ജീവനക്കാരെ വളരെ മോശമായി കാണുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ പൗലോസ് പറയുന്ന പ്രകാരം നാം മറ്റൊരാളുടെ മേൽ അധികാരം സ്ഥാപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ മേലും അധികാരം സ്ഥാപിക്കുവാൻ ഒരാള് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ മറ്റൊരാളുടെ മേൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പെരുമാറുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഇതേ അധികാരം എൻ്റെ മേൽ പ്രയോഗിക്കുവാനും അധികാരപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയ വ്യക്തി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നാം പെരുമാറുമ്പോൾ, നമ്മുടെ സഹോദരനോട് പെരുമാറുമ്പോൾ പൗലോസ് പറഞ്ഞത്, അവനെ അടിമയായിട്ടല്ല നീ കാണരുത്, സഹോദരനായി കാണണം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരോട്, അത് വലിപ്പച്ചെറുപ്പമൊന്നും വേണ്ട, ഈ ആരോടായാലും മുകളിലുള്ള നമ്മുടെ പിന്നെ മുതിർന്ന ജീവനക്കാരുടെ ആയാലും ഒക്കെ തന്നെ, മേലധികാരികളായാലും തന്നെ നാം എന്ത് ചെയ്യണം, നല്ലതുപോലെ ദൈവസ്നേഹത്തിൽ പെരുമാറാൻ പഠിക്കണം. എപ്പോഴും ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം, എന്താണ്, എനിക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട്, എനിക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം ഓരോ ദൈവത്തിന്റെ പൈതലും ജീവിക്കേണ്ടത് എന്നാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
പരസ്പരം പ്രാർത്ഥിക്കുന്നു. ബുധനാഴ്ച പാഠമാണ്, നമുക്കറിയാം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ളത്. പൗലോസ് സഭയോട് ആവശ്യപ്പെട്ടത് പൗലോസിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കല്ല, തിമോത്തിക്കും വേണ്ടി പ്രാർത്ഥിക്കൂ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ല പൗലോസ് പറയുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ തിമോത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കൂടെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം പരസ്പരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പൗലോസ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളെല്ലാം പണ്ട് തൊട്ടേ കേൾക്കുന്ന കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പരസ്പരം, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ആ ഒരു കാര്യത്തിൽ മാത്രം ലിമിറ്റ് ചെയ്യരുത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹവിശ്വാസികളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും നമ്മുടെ പുരോഹിതന്മാരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സെക്ഷൻ, യൂണിയൻ, ഡിവിഷൻ, ജനറൽ കോൺഫറൻസ്, ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. നാം ഏത് കാര്യത്തിന് ഇറങ്ങുന്നതിന് മുൻപും പ്രാർത്ഥന ഇല്ലാതെയാണ് നാം ആ കാര്യം ഇറങ്ങുന്നത്. അത് ദൈവവേല ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നാം ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നാം പ്രാർത്ഥിച്ചിട്ടല്ല ഇറങ്ങുന്നതെങ്കിൽ 100% ഉറപ്പ് പരാജയം. നമുക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ല നാം ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് പരാജയം ഉറപ്പ്. എന്നിട്ട് നാം ദൈവത്തെ കുറ്റം പറയും. ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യാനല്ലേ ഇറങ്ങിയത്, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ. ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ഇറങ്ങിയത്? അല്ല. യുദ്ധം ചെയ്യാൻ വേണ്ടി എരിഹോ പട്ടണം പിടിച്ചടക്കാൻ വേണ്ടി പോയി. അടുത്ത പട്ടണം പിടിച്ചടക്കാൻ വേണ്ടി പോയപ്പോൾ ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല, പോയി. ദൈവത്തോട് ആലോചന ചോദിക്കണ്ടേ നമ്മൾ ഓരോ കാര്യത്തിനും? പൗലോസ് പറഞ്ഞ, നീ സ്ഥിര ഉത്സാഹത്തോടുകൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. ലഭിച്ചു എന്ന് സ്തോത്രത്തോടു കൂടി ഇതേ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം, സദാസമയവും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ നാം പറയും, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കുക? അവിടെ മുട്ടുകുത്താൻ പറ്റില്ലല്ലോ. എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. ഞാനും എൻ്റെ മനസ്സും എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുത്തിട്ട് ദൈവത്തോട് സ്തോത്രത്തോടു കൂടി എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമുക്ക് ബലം ലഭിക്കും. അല്ല, എല്ലാ സ്ഥലത്തും മുട്ടുകുത്തി പ്രാർത്ഥിക്കാനല്ല ആവശ്യപ്പെടുന്നത്. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറയുന്നതിന്റെ അർത്ഥം എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയുക, ദൈവത്തിന് നന്ദി പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എന്താണ് മറ്റുള്ളവരോട് പറയേണ്ടതെന്ന് ദൈവമേ നീ എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലെ, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ പോകുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ തക്ക സമയത്ത് നീ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ പറയേണ്ട വാക്കെനിക്ക് പറഞ്ഞു തരണം. പരിശുദ്ധാത്മാവിനെ അയക്കണം. അതിനു വേണ്ടി അവിടെ ചെന്ന് വല്ലവും വിളിച്ചു പറയാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ആര് സംസാരിക്കണം? അങ്ങ് സംസാരിക്കണം. മോശ അതല്ലേ പറഞ്ഞത്? ഞാൻ തടിച്ച നാവുള്ള മനുഷ്യൻ, എനിക്ക് അറിയില്ല. നോക്കൂ, ഉന്നത വിദ്യാഭ്യാസമുള്ള, രാജകീയ വിദ്യാഭ്യാസമുള്ള മോശയോട് ദൈവം പറയുകയാണ്, നീ ഫറവോന്റെ അടുത്തേക്ക് ചെല്ലാൻ. മോശ എന്താ പറഞ്ഞത്? ഞാൻ എന്താ ചോദിച്ചത്? ഞാൻ ഫറവോന്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ ആരെന്നും നിന്നെ അയച്ചത് ആരെന്നും ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അത്രയും അറിവുള്ള മനുഷ്യനാ മോശ. രാജകീയ അന്ന് ആ ഈജിപ്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ച മോശ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ ഞാൻ ഫറവോന്റെ മുന്നിൽ ചെന്ന് ഇസ്രായേൽ മക്കളെ യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ നീ വിടണമെന്ന് പറയുമ്പോൾ ഫറവോൻ എന്നോട് ചോദിക്കും, നീ ആർ, നിന്നെ അയച്ചവൻ ആർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? നോക്കൂ, അതൊരു പ്രാർത്ഥനയായിരുന്നു. അതൊരു പ്രാർത്ഥനയാണ്. എന്നെ നീ അയക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്താണ് പറയേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. എൻ്റെ സ്വന്തം വിദ്യാഭ്യാസം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഞാൻ നേടിയെടുത്തായ അറിവ് കൊണ്ടോ ദൈവത്തിന്റെ വേല ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ, ദൈവത്തിന്റെ നടത്തിപ്പില്ലാതെ, ദൈവത്തിന്റെ ആലോചനയില്ലാതെ ദൈവത്തിന്റെ വേല ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നാം അഹങ്കരിക്കുന്നു എങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. അതാണ് പൗലോസ് പറയുന്നത്, നീ പ്രാർത്ഥനയോടുകൂടി വേണം നിന്റെ വേല ആരംഭിക്കാൻ. ദൈവവേലയായിക്കോട്ടെ, ഏത് വേലയും ആയിക്കോട്ടെ, നീ ചെയ്യേണ്ടത് എന്താണ് എന്ന്
നിന്നോട് പറയും ദൈവം. പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു തരും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ, ദൈവത്തിന്റെ ആലോചന ഇല്ലാതെയാണ് നാം ചാടി പുറപ്പെടുന്നതെങ്കിൽ നാം എന്ത് ചെയ്യും? വീണു പോകും. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്, നാം ഇടവിടാതെ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, നാം നന്ദിയോടുകൂടി പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. നാം ചെയ്യാൻ പോകുന്ന ഓരോ ദൗത്യത്തിന് മുൻപും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കുവാൻ വേണ്ടി മറന്നു പോകരുത്. ഇന്നലെ വരെ നമുക്ക് അശീലമില്ല എങ്കിൽ, ഇന്നലെ വരെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച് പരാജയപ്പെട്ടിട്ട് ദൈവത്തോട് ദുഃഖത്തോടു കൂടി പറയുന്ന ഒരു രീതിയല്ല നമുക്ക് ഇനി വേണ്ടത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ നാം ചെയ്യാൻ തീരുമാനിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചില്ല, നാം എന്ത് ചെയ്തു? ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ പരാജയപ്പെട്ടു പോയി. പരാജയപ്പെട്ടതിന് ശേഷം ദൈവത്തോട് കരഞ്ഞു പറയും, ദൈവമേ, ഞാൻ ഇത്ര രൂപ അവിടെ ചിലവാക്കി, നഷ്ടപ്പെട്ടു പോയി, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് നഷ്ടപ്പെട്ടു പോയി, എന്തേ എന്നെ സഹായിച്ചില്ല, എന്തേ എന്നോട് കൃപ തോന്നിയില്ല? ദൈവത്തോട് ചോദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഒരു കാര്യം പറയാം, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് അല്ലാതെ, പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു കാര്യവും തുടങ്ങരുത് ജീവിതത്തിൽ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചിട്ട്, നന്ദിയോടുകൂടി പ്രാർത്ഥിച്ചിട്ട്, ഇടപെടാതെ പ്രാർത്ഥിച്ചിട്ട്, ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവം പറയുന്നത് പോലെ നിങ്ങൾക്ക് മുൻപായി ഞാൻ എന്ത് ചെയ്യും? നടക്കും. അത് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ പാഠഭാഗം അതിന് നമ്മെ സഹായിക്കട്ടെ. വേറെ ഭാഗം പറയുന്നത് ജ്ഞാനത്തോടെ നടക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് പിന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നാം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് സ്വന്തമായിട്ട് അറിവ് നേടാൻ കഴിയില്ല. എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? എന്നാൽ അതെങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ അറിവ് നമുക്ക് വേദപുസ്തകത്തിലൂടെ പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തു വലിയൊരു മാതൃകയും നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. അപ്പോ മറ്റുള്ളവരുടെ മുൻപിൽ നാം എങ്ങനെയാണ് നടക്കുന്നത്? ജ്ഞാനത്തോടെ നടക്കുക. അത് പിന്നെ മിക്കപ്പോഴും നടക്കുക എന്നല്ല പറയുന്നത്. അതിന്റെ അർത്ഥം, നടക്കുക എന്നതിന്റെ അർത്ഥം വെച്ചാൽ നീ ജീവിച്ച് കാണിക്കുക. നീ അങ്ങനെ ജീവിക്കണം. എങ്ങനെ? ജ്ഞാനത്തോടു കൂടി. അപ്പം ഇസ്രായേൽ മക്കളെ വിളിച്ചിട്ട് മോശ പറയുന്നുണ്ട്, നോക്കൂ, ഈ നിങ്ങൾ ശ്രേഷ്ഠതയുള്ള ജനമെന്ന് ബാക്കിയുള്ളവർ പറയണം, അവിശ്വാസികൾ പറയണം. നിങ്ങൾ ശ്രേഷ്ഠതയുള്ള ജാതി എന്ന് അവിശ്വാസികൾ പറയണം. അതിന് പറയുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ജീവിക്കണം. അപ്പം അവിശ്വാസികളുടെ മുൻപിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അവിശ്വാസികൾക്ക് ഇസ്രായേൽ മക്കൾ ഇടർച്ചയായിരുന്നു. ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കേണ്ടതായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സത്യം എന്താണെന്ന് അവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ ഇസ്രായേൽ ജനം അവർക്ക് ഇടർച്ചയായി തീർന്നു. ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ വിശ്വാസികളായി, സാക്ഷികളായി ജീവിക്കുന്ന നാം അങ്ങനെ ഇടർച്ചയാകേണ്ടവരല്ല, മറിച്ച് നാം സുവിശേഷവുമായി തെരുവുകളിൽ ഇറങ്ങേണ്ടവരാണ്. സുവിശേഷവുമായി അവിശ്വാസികളുടെ ഇടയിൽ ഇറങ്ങേണ്ടവരാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ധാരാളം ഹൃദയങ്ങൾ ഈ നമുക്ക് ചുറ്റുമുണ്ട്. നാം താമസിക്കുന്നതിന് ചുറ്റുമുണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ഹൃദയങ്ങൾ. ആ ഹൃദയമുള്ളിടത്തേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടവരാണ്. എങ്ങനെ ഇറങ്ങിച്ചെല്ലും? നമ്മുടെ ജീവിതം ഒരു മാതൃകയാണോ? അതിനെ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, ആ രക്ഷയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തതായ ആ പാവങ്ങളുടെ ഇടയിൽ, ഞാൻ പാവങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് രക്ഷ എന്താണ് എന്ന് ഇതുവരെയും അവർ അറിഞ്ഞിട്ടില്ല. അവരറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് കടന്നു വരുവാനും കഴിയില്ല. അത് ആരാ അറിയിക്കേണ്ടത്? നാം ഓരോരുത്തരാണ്. അപ്പൊ നാം ഓരോരുത്തരും അറിയിക്കണമെങ്കിൽ നാം അതിന് മാതൃകയുള്ളവരാണോ? അവന്റെ മുൻപിലേക്ക് കടന്നു ചെന്നിട്ട്, സഹോദര, നീ ദേഷ്യപ്പെടരുത് എന്ന് പറയുവാൻ ഞാൻ മാതൃകയുള്ളവനാണോ? എന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ദയയോടുകൂടിയാണോ അയാളെ കേൾക്കുന്നത്? സൗമ്യതയോടുകൂടിയാണോ അയാളെ കേൾക്കുന്നത്? എന്റെ മറുപടി സഭ്യമായ, സൗമ്യമായ ഭാഷയിലാണോ? നമ്മൾ മനപ്പാടമാക്കി അതല്ലേ നമ്മൾ പറയുന്നത്. സൗമ്യമായി മറുപടി പറയണം. ഉപ്പ് പോലെ രുചികരമായ, സ്വാദിഷ്ടമായിരിക്കണം നമ്മുടെ മറുപടി. കേൾക്കാൻ വേഗത്തിൽ നമുക്ക് കഴിയണം, മറുപടി സാവധാനം പറയണം. പലപ്പോഴും നാം കോപത്തിൽ ഇരിക്കുമ്പോൾ നാം പറയുന്ന മറുപടി പലപ്പോഴും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും.
അപ്പോ ഒരു ദൈവത്തിന്റെ പൈതൽ എന്ന നിലക്ക് ഞാൻ ദൈവത്തിന്റെ വചനവുമായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ പരിശോധിക്കണം. കോപം, ക്രോധം, അസൂയ, പക, പിണക്കം, ദേഷ്യം, അല്ലേ, ഇങ്ങനെയുള്ള വികാരങ്ങൾ ഞാൻ പാടില്ല എന്നാണ് അയാളെ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെ അയാൾക്ക് പറയാൻ പോകുന്നത്. ഇതൊക്കെ നിന്നെയും ദൈവത്തിൽ നിന്ന് അകറ്റും, രക്ഷാപാത്രത്തിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെടും എന്നൊക്കെ ഞാൻ അയാളോട് പറയാൻ പോകുമ്പോൾ ഞാൻ ഇന്നലെ അയാൾ ക്രോധിച്ചവനാണോ കോപിച്ചവനാണോ എന്ന് ചിന്തിക്കണ്ടേ? നാം അങ്ങനെ ചിന്തിക്കണം. അപ്പോ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ സൗമ്യതയോടുകൂടി മറുപടി പറയാൻ കഴിയുന്നവരായിരിക്കണം. സൗമ്യതയോടുകൂടി, പരിഗണനയോടുകൂടി മറ്റുള്ളവരെ കാണാൻ കഴിയുന്നവരായിരിക്കണം. ദയയോടുകൂടി സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം. ഈ പാഠം കൈകാര്യം ചെയ്ത് ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ളവരാണോ? നമ്മൾ ആരെയും നമ്മൾ വിധിക്കണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. കാരണം വിധിപ്പാൻ നമ്മൾ ആളല്ല. ഞാൻ മറ്റൊരാളെ വിധിക്കാൻ ഞാൻ ആരും അല്ല. കാരണം അയാളിൽ ഒരു പാപം ഞാൻ കണ്ടെത്തുന്നെങ്കിൽ എന്നിൽ ദൈവം 1000 പാപം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് വിധി വേണ്ട, നമുക്ക് വിധിപ്പാൻ വേണ്ട. മറിച്ച് ഒരു ആത്മപരിശോധന നമുക്ക് നടത്താൻ കഴിയും. എന്താണ് നമ്മുടെ ആത്മപരിശോധന? പൗലോസ് പറഞ്ഞതുപോലെ ജ്ഞാനത്തോടു കൂടിയാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും ജീവിതം ജ്ഞാനത്തോടു കൂടി ഉള്ളതാണോ? മാതൃകാപരമാണോ? മറ്റുള്ളവരുടെ മുൻപിൽ എന്റെ സംസാരം മൃദുവായതാണോ? അവർക്ക് ഒരു പക്ഷേ വേദനയുണ്ട് എങ്കിൽ എന്റെ ഒരു മറുപടി അവർക്ക് ആ വേദന സംഹാരിയായി മാറുന്നുണ്ടോ? അതോ വേദനിച്ചു വരുന്ന മുറിവിൽ മുളക് പുരട്ടുന്ന പോലെയാണോ നമ്മുടെ സംസാരം? ശ്രദ്ധിക്കണം. സഭയിൽ ഈ കുടുംബം എന്ന് പൗലോസ് പറയുമ്പോഴും അതിന്റെ വലിയ അർത്ഥത്തിൽ പറഞ്ഞാൽ സഭ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു. നാം ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഒരു സഭയായി കാണുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്റെയും നിങ്ങളുടെ മറുപടികൾ പലപ്പോഴും പലരെയും വേദനിപ്പിച്ചിട്ടല്ലയോ എന്ന് ചിന്തിക്കണം. അവരുടെ ഹൃദയത്തിൽ വലിയ മുറിവുകളായി ചിലപ്പോൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരിക്കും. അന്ന് മറുപടി പറഞ്ഞതിന് ശേഷം ഒരു പക്ഷേ പരസ്പരം കാണുകയും പരസ്പരം ചിരിക്കുകയും പരസ്പരം സംസാരിക്കുകയും പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്യുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിലും അവരുടെ മനസ്സിലേറ്റ മുറിവ് അത് അങ്ങനെ തന്നെ ഒരു പക്ഷേ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. നാം കോപിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ടൊക്കെ നമ്മൾ വാക്കുകൾ പറയാറുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കൾക്ക് അത് പാടില്ല എന്ന് പറയുന്നത്. സഭ്യമായി സംസാരിക്കണം, സൗമ്യമായി നമ്മൾ കേൾക്കണം, മറ്റുള്ളവരെ അവരെ പരിഗണിക്കണം, അവരോട് മൃദുവായി ഉത്തരം പറയണം. എങ്കിൽ എന്ത് ചെയ്യും? അവർ നമ്മളെ കേൾക്കും. ഞാൻ കോപത്തോടു കൂടിയാണ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ പോകുന്നെങ്കിൽ അതേ കോപം അവിടെ നിന്ന് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. നീ സൗമ്യതയോടു കൂടിയാണ് അയാളോട് സംസാരിക്കുന്നെങ്കിൽ അതേ സൗമ്യത നമുക്ക് തിരിച്ചു കിട്ടും. റബ്ബർ ബോള് ചുവലിലേക്ക് എറിയുന്നത് പോലെയാണ്. അതേ സെയിം എഫക്റ്റ് ഇങ്ങോട്ട് ഉണ്ടാകും. നാം എത്രമാത്രം പിന്നെ ശക്തിയോട് കൂടി അങ്ങോട്ട് എറിയുന്നു അതേ ശക്തിയോട് കൂടി ഇങ്ങോട്ട് തിരിച്ചു വരും. ദൈവം പറയുന്നത് സൗമ്യതയോടുകൂടി നമുക്ക് മറ്റുള്ളവരെ കേൾക്കാൻ കഴിയണം. സ്നേഹത്തോടു കൂടി അവരെ മുറവുണക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത്. അല്ല എരുതിയിൽ എണ്ണ ഒഴിക്കും കണക്കല്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട്, അല്ലേ? ഒരു നമ്മുടെ വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കുറിച്ച് അയാളുടെ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? പലപ്പോഴും എരുതിയിൽ എണ്ണയൊഴിച്ച് കൊടുക്കുന്നത് പോലെ ആ വിശ്വാസിക്കെതിരെ ഈ വിശ്വാസിയുടെ നീയും പറഞ്ഞ് എരികേറ്റും. അയാൾ അല്ലേലും അങ്ങനെ തന്നെ, നീ 2 കൊടുക്കാത്തെന്ന് ചോദിക്കും. അങ്ങനെ ആകരുത്. നമ്മൾ എപ്പോഴും സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും ദയയോടും കൂടി പെരുമാറാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് മനഃപ്പാഠവാക്യം പറയുന്നത്. എന്താണ് മനഃപ്പാഠവാക്യം നേരത്തെ വായിച്ചത്? നിങ്ങളുടെ സംസാരം ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അവർക്കെപ്പോഴും രുചികരമായിരിക്കണം നമ്മുടെ വാക്കുകൾ. അവർക്കെപ്പോഴും ഒരു എന്താണ് രോഗം ശമിപ്പിക്കുന്ന ഒരു ശക്തിയായിരിക്കണം നമ്മുടെ വാക്കുകൾ. എപ്പോഴും ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ വാക്കുകൾ. അപ്പൊ നാം കുടുംബത്തിലായാലും നല്ല മാതാപിതാക്കളായി നാം കഴിയണം. നല്ല ഭാര്യയും നല്ല ഭർത്താവുമാകുവാൻ നാം കഴിയണം. നല്ല യജമാനനും നല്ല ദാസനുമാകാൻ നമുക്ക് കഴിയണം. നല്ല ദൈവത്തിന്റെ സാക്ഷ്യമായി സുവിശേഷകന്മാരാകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാവരെയും തുല്യരായി കാണുവാൻ കഴിയണം. ഒരു ഇംഗ്ലീഷിലൊരു വാക്കിങ്ങനെയുണ്ട്: ഡോണ്ട് വാക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ വോണ്ട് ഫോളോ യു. ഡോണ്ട് വാക്ക് ബിഹൈൻഡ് മീ,
I won't lead you, but walk along with me so that I'll be with you. എൻ്റെ പിന്നാലെ നീ നടക്കരുത്, എനിക്ക് നിന്നെ നയിക്കാൻ കഴിയില്ല. എൻ്റെ മുൻപിൽ നീ നടക്കരുത്, ഞാൻ നിന്നെ പിന്തുടരുകയുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നീ എന്നോടൊപ്പം നടന്ന എൻ്റെ ഭാഗമായി തീരുക. ഓരോ ഭർത്താവിനും ഓരോ ഭാര്യയ്ക്കും പരസ്പരം പറയുവാനുള്ള വാക്കാണിത്. നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി നീ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കണം. എങ്കിൽ നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൈപിടിച്ച് നമ്മോടൊപ്പം കൊണ്ടു നടത്താൻ കഴിയും. നമ്മുടെ സഹവിശ്വാസികളെ ഒരു ചങ്ങലയിൽ എന്ന പോലെ നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് സമൂഹത്തെയും നമ്മോടൊപ്പം കരങ്ങളിൽ കരത്തോട് കരം, കൈയോട് കരം ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഉൾപ്പെടുത്തുവാൻ നമുക്ക് കഴിയും എന്ന ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. ആ ഉറപ്പാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് തരുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വകീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു മഹാനിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ദൈവ കർത്താവേ, ഞങ്ങൾ എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ ജീവിക്കേണ്ടതെന്നും സമൂഹത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഞങ്ങളെ പഠിപ്പിച്ച വലിയ കൃപകൾക്ക് സ്തോത്രം. ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതത്തിൽ പരിശീലിക്കുവാൻ, അത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് മാറ്റുവാൻ സഹായിക്കണമേ കർത്താവെ. ഈ പാഠം പഠിച്ചത് കൊണ്ട് ഞങ്ങൾ മേലിൽ നല്ല ഭർത്താക്കന്മാരായി, നല്ല ഭാര്യമാരായി, നല്ല കുഞ്ഞുങ്ങളായി, നല്ല മാതാപിതാക്കളായി, നല്ല സഹോദരങ്ങളായി, നല്ല സഹവിശ്വാസികളായി, നല്ല പുരോഹിതന്മാരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അത് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈഡൻ TV ടീമിനെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും, അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ നൽകുന്ന ഓരോ മക്കളെയും, ഓരോ കുടുംബങ്ങളെയും അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഈ അടിയനും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ വലിയ കൃപയൊത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും താഴ്മയോടുകൂടി അങ്ങയുടെ വേലയിലായിരിക്കാൻ അടിയനെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സർവ്വമാനവ മഹത്വം അവിടുന്ന് കൈക്കൊള്ളണം. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.